ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ചേച്ചി രാവിലെ തൊട്ട് വീഡിയോ ഇടാൻ നോക്കുന്നു. ഓരോ വട്ടം വീഡിയോ എടുക്കുക എല്ലാം മൊബൈലെല്ലാം എടുത്തിട്ട് വരുമ്പോൾ കാണാൻ ആരോ ഓരോരുത്തർ വന്ന് വിളിച്ച് അവർ വന്ന് 10 നിമിഷം വർത്തമാനം പറഞ്ഞിട്ട് പോകുമ്പോൾ വീണ്ടും ചേച്ചി പോയി മൊബൈൽ എടുത്തിട്ട് വരുമ്പോൾ വീണ്ടും ആരെങ്കിലും വരും. അങ്ങനെ എന്തായാലും ഇപ്പോൾ വരെ ആയി സമയം. ഇപ്പോൾ എത്ര മണിയായി? 3:10 ഇപ്പോഴേ വീണ്ടും ഇനി വീഡിയോ എടുക്കാൻ വന്നിരിക്കുക. ഇനി ആരെങ്കിലും വരുമോ ആവോ അറിയത്തില്ല. അപ്പോൾ ചേച്ചി വീഡിയോ ഇടുന്നതിന് മുമ്പേ ചേച്ചിയൊരു കാര്യം പറയട്ടെ. ചേച്ചിയുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഇപ്പുറത്തൊരു ബെല്ലൈക്കനും ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തൊരു ഓൾ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അത് ഇനേബിൾ ചെയ്താൽ മാത്രമേ ചേച്ചി ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യണേ. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചേച്ചിയുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും തന്ന് ലൈക്കും തരണേ ചേച്ചി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്ന് ചേച്ചി കൊണ്ടുവന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാർക്ക് ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവരും ജോലി മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വന്നേ 10 നിമിഷം. അപ്പോൾ ചേച്ചി പറയുന്നത് വീഡിയോ കാണിച്ചു തരാൻ ചേച്ചിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സെൽഫി എടുക്കുന്നതുകൊണ്ട് കഴിയത്തില്ല. ഒരു ക്യാമറ പിടിച്ചു തരാൻ ഒരാളുണ്ടായിരുന്നു ചേച്ചി എല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നെ. പക്ഷേ വീഡിയോയിൽ കാണിച്ചു തരുന്നതിനെക്കാട്ടും നല്ലതായിട്ട് ചേച്ചി പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ചേച്ചി എല്ലാം എഴുതിയേക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് ഓരോന്നും ചെയ്യാം. കേട്ടല്ലേ? ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് എടുക്കുന്നതുകൊണ്ടേ സെൽഫി എടുക്കാൻ പറ്റത്തുള്ളൂ. ചേച്ചി പറഞ്ഞില്ലേ, ചേച്ചിക്ക് യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഓരോന്നും ഇഷ്ടമാണ്. ഇവിടെയുള്ള വേറെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിലാണ് ചേച്ചി ഇതെല്ലാം തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും ഞാൻ സെൽഫി എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. ചേച്ചി പുതിയ ടിപ്പുമായിട്ട് എപ്പോഴും വരും. നിങ്ങൾക്കറിയാവുന്ന വീട്ടുകാര്യങ്ങളായിരിക്കും മിക്കതും പറയുന്നത്. വീട്ടിലുള്ള പ്രോഡക്റ്റ് വെച്ച് ചെയ്യുന്ന റെമഡീസ് ആയിരിക്കും ചേച്ചി ബ്യൂട്ടി ടിപ്പായിട്ട് കൊണ്ടുവരുന്നത്. കൂടാതെ നമ്മുടെ വാസ്തുപരമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. എനിക്ക് ചേച്ചിക്ക് അറിയാവുന്ന ചേച്ചിയുടെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന ഏത് കാര്യവും ചേച്ചി നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ചേച്ചി പറയാൻ പോകുന്നത് കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ സഹോദരിമാർക്ക് ഈ ഫേസിലെ രോമം വളരാറുണ്ട്. ചിലവർക്ക് ഇവിടെ മീശയായിട്ടുണ്ട്, ചിലവർക്ക് ഈ ചെള്ളയിലായിരിക്കും. അപ്പോൾ അതിനൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്ന എൻ്റെ സഹോദരിമാർക്ക്, എൻ്റെ അനുജത്തിമാർക്ക്, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാർക്ക്, അല്ലെങ്കിൽ എൻ്റെ അമ്മമാർക്ക് എല്ലാവർക്കും ഒരു ടിപ്സായിട്ടാണ് ചേച്ചി ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ആദ്യം എല്ലാവരും പോയി ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനും എടുത്തിട്ട് വന്നേ. നോൺ സ്റ്റിക്ക് പാനാണ് ഇതിന് വേണ്ടുന്നത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിനകത്ത് 4 സ്പൂണ് പഞ്ചസാര എടുക്കണം. ആ 4 സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് അതിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ട് കലക്കണം. കലക്കിയിട്ട് ഗ്യാസ് നമ്മൾ കത്തിക്കണം. കത്തിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് വയ്ക്കണം. നല്ല തീ കൂട്ടി വെക്കണം. തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിനകത്ത് പഞ്ചസാരയും വെള്ളവും കൂടെ ഒഴിച്ച് കലക്കി വെച്ചിരിക്കുന്നത് ആ തീക്കകത്തെടുത്ത് വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് പെട്ടെന്ന് അത് തിളയ്ക്കും. തിളച്ച് കഴിയുമ്പോൾ ഈ തീയാണെങ്കിൽ കുറയ്ക്കണം. ലോ ഫ്ലെയിമിലാക്കണം. ആ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു നാരങ്ങ എടുക്കണം. നാരങ്ങ എടുത്തിട്ട് അത് 2ആയിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് അതിൽ ഒരു മുറി എടുത്തിട്ട് ഈ നമ്മൾ പഞ്ചസാരയും വെള്ളവും കൂടെ കലക്കി ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് പിഴിഞ്ഞൊഴിക്കണം. പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് ഇളക്കണം. ഇളക്കുമ്പോൾ എന്തോ ചെയ്യുമെന്നറിയാം, അതിനകത്ത് ചെറിയ കുമിളകൾ വരും. ഒരുപാട് കുമിളകൾ അങ്ങ് വരും ആ നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുമ്പോൾ. അപ്പോൾ നല്ലതായിട്ട് കുമിളകളെല്ലാം വന്നു കഴിയുമ്പം അതിൻ്റെ കളറും ഒന്ന് മാറും, ബ്രൗൺ ഷെയ്ഡാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കി കഴിയുമ്പോൾ അതിൽ നിന്നൊരു ശകലം എടുത്തിട്ട് ഇങ്ങനെ 2 വിരലും കൊണ്ട് നോക്കണം. ഒരു പേസ്റ്റ് പരുവാവുന്നത് വരെ നമ്മളത് ഇളക്കണം. നല്ലതായിട്ട് ഇളക്കുമ്പോൾ ഒരു പേസ്റ്റ് പരുവാവണം. ആ പേസ്റ്റ് പരുവം വരെ ആയെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം തണുക്കുമ്പോൾ അതൊരു വേറൊരു പാത്രത്തിലോട്ട് വടിച്ചിട്ടിട്ട് നമുക്ക് എവിടെയാണോ രോമമുള്ളത് അവിടെ നമുക്ക് ആദ്യം ഈ വാക്സ് പുരട്ടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം. ആ രോമമുള്ള സ്ഥലത്ത് കുറച്ച് നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് ഒരു കോട്ടൺ തുണിയിൽ മുക്കി ആ രോമം ഉള്ളിടത്ത് ഇങ്ങനെ തുടയ്ക്കണം.
തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ വാക്സ് എടുത്തിട്ട് ആ വാക്സ് ഇങ്ങനെ എടുത്ത് ഒന്നീ കൈ കൊണ്ടിടണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പെടുത്താലും മതി. കമ്പെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ് നല്ലതായിട്ട് കഴുകണം, അത് അഴുക്ക് കാണും. അതല്ല സ്പൂണും കൊണ്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ പിന്നെ നമ്മൾ വിരലിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചേച്ചി പറഞ്ഞോണം, തുടച്ചെടുക്കണം. വെള്ളം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് തുടച്ചെടുത്തിട്ട് ഈ വാക്സിൻ ഇടുമ്പോൾ താഴെ നിന്ന് മേലോട്ടിടണം. ഇവിടെ വാക്സിൻ ഇടുകയാണെങ്കിൽ ആ വാക്സ് എടുത്ത് ഇവിടെ ഇടുകയാണെങ്കിൽ നമ്മൾ വിരലിനിങ്ങനെ ആ രോമത്തിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മളൊരു ഈ വാക്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാം, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചങ്ങ് എടുക്കണം. അന്നേരം നമ്മൾ ഇത് പെരട്ടുമ്പം തന്നെ അതിൻ്റെ രോമം അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചിളക്കുമ്പോൾ ആ രോമം അതുപോലെ ഇനി പറഞ്ഞു വരും. അതുപോലെ തന്നെ ഇവിടുന്ന് താഴേന്ന് മേളിലോട്ട് നമ്മൾ ആക്കുന്നിടത്ത് രോമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാക്സിനകത്ത് ആ രോമം എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് താഴേന്ന് മേലോട്ടാണ് നമ്മൾ വാക്സ് പരട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇളക്കിയെടുത്ത് ഇങ്ങനെ പിടിച്ച് വലിച്ചിങ്ങെടുക്കുമ്പോൾ ആ രോമം ഇത്രയും പറഞ്ഞു പോരും. അങ്ങനെ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് വാക്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഷേവ് ചെയ്താലും മതി. പക്ഷേ ഷേവ് ചെയ്താൽ പിന്നെയും മുടി കിളിക്കും. ഈ വാക്സ് ചെയ്താൽ അത് നമ്മൾ അടുപ്പിച്ച് ഒരു 5-6 ദിവസം നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരോടുകൂടി അതങ്ങ് നശിച്ചു പോകും. അതിനെ ഈ വാക്സ് ചെയ്യാൻ പറയുന്നത്. ഷേവാന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും അത് മുളച്ചിട്ടേ ഇരിക്കും. അത് മൊത്തം അതിൻ്റെ ഈ മുടി മാത്രമേ പോകത്തുള്ളൂ, ഉള്ളിലോട്ട് വേരത് പോകത്തില്ല. അത് പക്ഷേ ഈ വാക്സ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഉള്ളിലോട്ടുള്ള വേര്, ഈ രോമം കളിക്കുന്നതിൻ്റെ ആ വേരുണ്ടല്ലോ, അതങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് വാക്സ് ഇട്ടാൽ മതി. അത് നമ്മുടെ വീട്ടിലുള്ള സാധനം ഇല്ലേ, പഞ്ചസാര, നാരങ്ങ, വെള്ളം, വേറെ ഒന്നും വേണ്ടല്ലേ. 3 സാധനമല്ലേ ഉള്ളൂ. ചേച്ചി ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നല്ലതായിട്ട് വിശദമായിട്ട് എഴുതിയേക്കാം. ആദ്യം നോക്കി നിങ്ങൾക്ക് ഓരോന്നും എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ചേച്ചി ഒരു കാര്യം പറയട്ടെ, ഈ വെളിയിലൊക്കെ വിൽക്കുന്ന വീറ്റൊന്നും മേടിച്ചിട്ട് നിങ്ങൾ ഈ മുഖത്തൊന്നും ഇടരുത്. അതിനകത്ത് നിറയെ കെമിക്കലുള്ളതാണ്. അത് കെമിക്കൽ മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ സൗന്ദര്യം അത് ഇട്ട് കഴിഞ്ഞാൽ ഡാമേജ് ആവും. ഇവിടെ എല്ലാം കറുപ്പ് കുത്തുകളെല്ലാം വന്നിട്ട് അലർജി വരികയൊക്കെ ചെയ്യും. അത് ഒരിക്കലും നിങ്ങൾ മേടിച്ച് തേക്കരുത്. പിന്നെ അതുകൂടാതെ ടോർണർ എന്നും പറഞ്ഞൊക്കെ ഒരു സാധനം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും മേടിച്ചിങ്ങനെ സ്പ്രേ അടിക്കരുത് മുഖത്തൊന്നും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്ത് ആ ടോണറൊക്കെ ആക്കാം. അതൊക്കെ ചേച്ചി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ നോക്കിയത്, എൻ്റെ ഓഡിയൻസിനകത്ത് ഞാൻ നോക്കുമ്പോൾ അധികം പേരും സഹോദരിമാരാണ് എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നത് ബ്യൂട്ടി ടിപ്പ് ഇച്ചിരി ഇടാമെന്ന്. അതുകൊണ്ട് ഇന്ന് ബ്യൂട്ടി ടിപ്പ് കൊണ്ട് വന്നേ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഇത് 100% ഗ്യാരൻറ്റി ചേച്ചി തരുന്നു. ചേച്ചി നല്ല വീഡിയോ കൊണ്ടുവരത്തോളൂ. ചേച്ചി പറയുന്ന വീഡിയോ അത് കറക്റ്റും ആയിരിക്കും, അല്ലെങ്കിൽ ചേച്ചി വീഡിയോ ഇടത്തില്ല. അങ്ങനെ എൻ്റെ സ്വഭാവം. നല്ലതായിട്ട് റിസൾട്ട് കിട്ടുന്ന മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വന്ന് ചേച്ചി അവതരിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വായിച്ചിട്ടിട്ട് ഈ വാക്സ് ഇട്ടിട്ട് നമ്മളിങ്ങനെ വലിച്ചിളക്കി കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് നമുക്ക് ഐസ് ക്യൂബ് എടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. ഇപ്പം ഇന്ന് നമ്മൾ വാക്സ് ഉണ്ടാക്കിയിട്ട് ഇന്ന് വൈകിട്ട് നമ്മൾ വാക്സ് ഇടുകയെന്ന് കൂട്ടിക്കോ. ഇന്ന് വാക്സ് ഇട്ടിട്ട് നമ്മൾ താഴെ നിന്ന് മേലോട്ട് വേണം വാക്സ് ഇടാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ വലിച്ചിളക്കിയിട്ട് ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ആ വാക്സ് ഇടുന്നതിൻ്റെ അന്ന് അത് ഷേവ് ചെയ്താലും അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അടുത്ത ദിവസം 2ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ വാക്സ് ഇട്ടെടുത്ത് കുറച്ച് പച്ചമഞ്ഞൾ, അത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ആയാലും മതി, അഥവാ പച്ചമഞ്ഞളായാലും മതി, അത് അരച്ചിട്ട് കലക്കിയിട്ട് നമ്മുടെ ഇവിടെ നമ്മൾ ഈ വാക്സ് ഇട്ട സ്ഥലത്ത് രോമം കിളിച്ച സ്ഥലമില്ലേ അവിടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 10-25 മിനിറ്റ് അങ്ങനെ ആ മഞ്ഞൾ പുരട്ടി അവിടെ നിൽക്കണം. നിന്ന് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കളയണം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് നോക്കേ. ഇന്ന് വാക്സ് ഇടുകയാണെങ്കിൽ അടുത്ത ദിവസം മഞ്ഞൾ ഇടണം. അങ്ങനെ ചെയ്യണം കേട്ടോ. സമയമില്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്യും. ഇത് നമ്മൾ വാക്സ് ഉണ്ടാക്കി നമുക്ക് ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുക. കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി. ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെക്കുക, അത് തീരുമ്പോൾ വീണ്ടും ഉണ്ടാക്കി വെക്കുക. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അതിൻ്റെ വേര് നശിക്കുന്നത് വരെ നമുക്കിടാം കേട്ടോ. അതിനാകുമ്പോൾ വീട്ടിലുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിന് വേറൊരു ഫലങ്ങളുമില്ല. അതുകൊണ്ട് അത് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ചേച്ചി പോയിട്ട് വരാം.